നമസ്കാരം. ചെയ്യണോ വേണ്ടേ എന്ന് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഹണി എം വർഗീസ് എഴുതി വെച്ച 1711 പേജ് നമ്മൾ മറിച്ച് നോക്കിയാൽ, ഇപ്പം ഞാൻ ഇതുപോലെയൊക്കെ എൻ്റെ സിന്ധു പറഞ്ഞതാണ്, ഇപ്പം ഈ പഠിക്കും പോലെയൊക്കെ പള്ളിക്കൂടത്തിൽ പഠിച്ചിരുന്നപ്പോൾ ചേരുന്നെങ്കിൽ എവിടെ എത്തിയേനെ എന്നാണ് സിന്ധു ചോദിച്ചത്. ഇതിൽ ഓരോ പേജ് വായിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് അടച്ചിട്ട കോടതിയിൽ നടന്നതെന്ന്. എന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ബാലചന്ദ്രകുമാർ. ബാലേന്ദ്രകുമാറിനെ ഞാൻ പിന്നെ വിളിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ, കാഞ്ഞിരംകുളം മുത്തു. കാഞ്ഞിരംകുളം മുത്തുവും കൊട്ടാരക്കര വിക്രമനും രണ്ടുപേരും എനിക്ക് വളരെ അടുപ്പമുള്ളവരായിരുന്നു. ഈ ചാനൽ ചർച്ചകളിൽ ഇവർ രണ്ടുപേരും മറുവശത്ത് വരികയും ഇപ്പുറത്തിരുന്ന് കൃത്യമായ മറുപടി പറയുകയും ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരുടെ ശത്രുവായി ഞാൻ മാറി. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടെ, മുത്തുവും വിക്രമനും കൂടെ ഒരു റിസോർട്ടിൽ ഇരുന്ന് ഭയങ്കര ചർച്ച, എൻ്റെ കാലെങ്ങനെ അടിച്ചോടിക്കാം. മനസ്സിലായില്ലേ? അത് മുത്തുവാണ് പോയത്. എങ്കിൽ പോലും എനിക്കെന്തോ ബാലേന്ദ്രകുമാറിനെ മറക്കാൻ കഴിയുന്നില്ല. നടിയെ ആക്രമിച്ച കേസ് കഴിഞ്ഞ് പ്രതികൾ 6 പേർ അകത്തായ ശേഷം 2 മാസം കഴിഞ്ഞിട്ട് ദിലീപ് ജയിലിലായല്ലോ. ദിലീപ് അറസ്റ്റിലായ അന്ന് രാത്രി പീപ്പിൾ ചാനലിൽ ആദ്യമായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഞാൻ പോയി. എൻ്റെ സിനിമയിലെ നായികയാണ് ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി. ആ വാർത്ത വന്ന വെളുപ്പാങ്കാലം മുതൽ ഈ കേസ് പഠിക്കുകയായിരുന്നു ഞാൻ. എന്തോ എനിക്കതൊന്ന് വിശദമായി പഠിക്കണമെന്ന്, ഇതിൻ്റെ വരും വരായികൾ, ഇതിലെന്തൊക്കെ സംഭവിച്ചിരിക്കാം എന്നൊക്കെ അന്ന് ഞാൻ പകൽ മുഴുവൻ ഹോംവർക്ക് ചെയ്തു. രാമചന്ദ്ര ബാബു, മരിച്ചുപോയ പ്രശസ്ത ക്യാമറാമാൻ, അദ്ദേഹം സംവിധായകനാകുന്ന മിസ്റ്റർ ഡിങ്കൻ എന്ന് പറഞ്ഞ 3D പടം ഉണ്ടല്ലോ ദിലീപിൻ്റെ, അതിൻ്റെ പൂജയ്ക്ക് നിർമ്മാതാവായ സനൽത്തോട്ടം എന്നെയും പൂജപ്പര മൈതാനിയിലേക്ക് ക്ഷണിച്ചു. ഞാൻ പോയി. അതുവരെ ഹായ് ബന്ധം മാത്രമുള്ള ദിലീപിനെ അവിടെ വെച്ച് ഞാൻ കണ്ടു. പൂജ കഴിഞ്ഞപ്പോൾ നമ്മുടെ ലോക്നാഥ് ബെഹ്റ സാറായിരുന്നു മുഖ്യ അതിഥി. അദ്ദേഹവും ദിലീപും എല്ലാം കൂടെ വിളക്കൊക്കെ കൊളുത്തി ദിലീപുമായിട്ടൊക്കെ ബെഹ്റ സാർ സംസാരിച്ചിട്ട് അദ്ദേഹം പോയി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ദിലീപിനെ മാറ്റി നിർത്തി ഒരു കാര്യം പറഞ്ഞു. ഞാനൊരു വാർത്ത അറിഞ്ഞു. വിശ്വാസയോഗ്യമായ ഒരിടത്തു നിന്നാണ് ആ വാർത്ത ഞാൻ അറിഞ്ഞത്. 2-3 ദിവസത്തിനകം നടിയെ ആക്രമിച്ച കേസിൽ നിങ്ങളെ ആ കേസ് അന്വേഷിക്കുന്നവർ അറസ്റ്റ് ചെയ്യും. എനിക്കിപ്പോഴും ആ ദിലീപിൻ്റെ മുഖം, ഞാനിത് പറയുമ്പോൾ ദിലീപിൻ്റെ മുഖം അതിശയത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഒരു തമാശ കേട്ട മട്ടിൽ ദിലീപ് എന്നെ നോക്കി ഒരു 1-1.5 ചിരിയിരിച്ചു. ചിരിക്കണ്ട, സംഗതി നടപ്പിലാക്കാൻ അണിയറയിൽ പ്ലാനിങ് നടക്കുന്നു. നിങ്ങളെ കുഴി തോണ്ടാൻ നടക്കുന്ന നിങ്ങളുടെ പഴയ കക്ഷി 2 ദിവസം മുമ്പ് എൻ്റെ പാർട്ടി സെക്രട്ടറിയെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു. ഉറപ്പായും നിങ്ങളെ പൊക്കും. മുൻകൂർ ജാമ്യത്തിനായി എത്രയും വേഗം നീങ്ങണം നിങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. അന്ന് അങ്ങനെ മുൻകൂർ ജാമ്യത്തിന് ഞാൻ പറഞ്ഞതുപോലെ പോയിരുന്നെങ്കിൽ ഞാൻ എന്താ പറയുമല്ലോ, വിടല് അല്ല തള്ളുന്നാണെന്നൊക്കെ പറയുമല്ലോ. ദിലീപ് ജീവിച്ചിരിപ്പുണ്ടല്ലോ, കാണുമ്പോൾ ചോദിച്ചു. അന്ന് ഒരു മുൻകൂർ ജാമ്യത്തിന് പോയിരുന്നെങ്കിൽ രാമപിള്ള സാർ വഴിയോ രാംകുമാർ വഴിയോ ആര് വഴിയോ ആവട്ടെ പോയിരുന്നെങ്കിൽ ഈ 88 ദിവസം കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. എന്തിന്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലാത്തപ്പോൾ ഞാനെന്തിന് മുൻകൂർ ജാമ്യത്തിന് ആയി പോകണം ബായി എന്നാണ് എൻ്റെ ചോദിച്ചത്. ആളുകൾ തന്നെ അപ്പോൾ തെറ്റിദ്ധരിക്കില്ലേ ബായി എന്ന് വീണ്ടും ചോദിച്ചു. അത് ശരിയാണ്. കാരണം ആ കേസുമായി ഒരു ബന്ധമില്ലാത്ത ഞാൻ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ ആളുകൾ പറയില്ല, അവൻ മുൻകൂർ ജാമ്യത്തിന് പോയി, അപ്പോൾ അവന് ഇതിലെന്തോ ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കില്ലേ എന്ന് ചോദിച്ച ന്യായമായ ചോദ്യമാണ് ദിലീപ് ചോദിച്ചത്. ഞാൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മടങ്ങി. ആ പൂജാ ചടങ്ങിന് ഒരു പട്ടിക്കുഞ്ഞും വിളിക്കാതെ ബാലചന്ദ്രകുമാർ ഉണ്ടായിരുന്നെന്ന് അയാൾ തന്നെ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദിലീപ് സാറിനെ കാണാൻ വന്നതാ.
കൂടെ എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ പോയി എന്ന് പറഞ്ഞാലേ ഭാര്യയും കൊണ്ടാണ് ഇയാൾ വന്നതെന്ന് അയാൾ തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയില്ല. കാരണം അയാളുടെ പഴയ പാർട്ട്ണർ എങ്ങനെ അയാളെ ചട്ടിയിലാക്കാം അല്ലെങ്കിൽ കത്തിക്കാം എന്ന് ആലോചിച്ച് നടക്കുന്ന കക്ഷിയാണ് ഏത് വഴിയിലൂടെയും. ഇപ്പോൾ ഈ കേസ് തന്നെ അങ്ങനെയാണല്ലോ വന്നേ. അപ്പോൾ അവർ പാർട്ടി സെക്രട്ടറിയെ കാണാൻ പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ പിന്തുണയോടെ ഒരു കളമൊരുക്കിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം ഇത് കുരുക്കും. പാർട്ടി സെക്രട്ടറി ഒരു പാവമാണ്, പക്ഷേ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ ഏതറ്റം വരെയും പോകുന്ന ഒരു പയ്യനാണ്. സെക്രട്ടറിയെ കണ്ടപ്പോൾ എന്ത് വൃത്തികെട്ട കളിയും കളിക്കാൻ മടിയില്ലാത്ത കക്ഷിയുമാണല്ലോ കൂടെ കൂടിയത്. അരമരം കിന്നരം എന്ന് പറയുമ്പോൾ ഈ പോയവളും ഫസ്റ്റ് പാർട്ടി, അവളെ പാർട്ടി സെക്രട്ടറിയെ കാണാൻ ഏർപ്പാട് ചെയ്ത് കൊടുത്ത പാർട്ടി സെക്രട്ടറിയുടെ മകനും ഫസ്റ്റ് പാർട്ടിയാണ്. അന്ന് വൈകുന്നേരത്തെ ദിലീപിനെ അറസ്റ്റ് ചെയ്ത അന്ന് വൈകുന്നേരത്തെ ചർച്ചയിൽ പീപ്പിൾ ചാനലിൽ ഞാൻ ആദ്യമായി ഈ കാര്യം പറഞ്ഞു. ഈ കേസിൽ നിരപരാധിയായ ദിലീപിനെയാണ് പിടിച്ചകത്തിട്ടത് നമ്മുടെ പാർട്ടി എന്ന് ആദ്യമായിട്ട് ദിലീപിന് വേണ്ടി ആദ്യമായിട്ട് സംസാരിച്ചത് അന്നാണ്. സിനിമാ അഭിനയത്തിൽ മാത്രം ഒതുങ്ങാതെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ഇറങ്ങിയാൽ ശത്രുക്കൾ വരും എന്നുള്ളത് സ്വാഭാവികം. രാഷ്ട്രീയക്കാരുടെ മക്കൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോലീസുകാരുടെ മക്കൾ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ മകൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അച്ഛനറിയാതെ മക്കൾക്ക് പലയിടത്തും പോയി പലരെയും സ്വാധീനിക്കാനും ആവും. അച്ഛൻ അറിയണമെന്നില്ല. കൂടെ ഒരു മുൻ ഭാര്യ കൂടി സഹായത്തിന് കിട്ടിയാൽ എത്ര വലിയ കൊമ്പനെയും പിടിച്ചകത്തിടും. അതാണ് ഇവിടെ നടന്നത്. ദിലീപ് അകത്തായതോടെ സിനിമാ സംഘടനകൾ മത്സരിച്ച് അയാളെ പുറത്താക്കി അർമാദിച്ചു എന്ന് പറയാം. ആദ്യ ദിവസത്തെ ചർച്ചയിൽ തന്നെ സജി നന്ദിയാട്ടാണ് പ്രൊഡ്യൂസർമാരുടെ സംഘടനയുടെ നേതാവായിട്ട് ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത്. നിർമ്മാണ സംഘടനയുടെ നേതാവാണല്ലോ. പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സജിക്ക് കൺട്രോളില്ലാത്ത ഒരാളാണ്. ലക്കും ബ്രേക്കും ഇല്ലാതെയൊക്കെ വല്ലതും പറഞ്ഞോളെ. ഞങ്ങൾ നടിയോടൊപ്പമാണ്, നടനെ പുറത്താക്കി ഞങ്ങൾ മാതൃക കാണിച്ചു എന്നൊക്കെ സജി വച്ച് കാച്ചി. ഒരു സംഘടനാ നേതാവായി ഞെളിഞ്ഞ് നടക്കാൻ സജി നന്ദിയാട്ടെ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഞാൻ ആ ചർച്ചയിൽ ലൈവിൽ ചോദിച്ചു. ചെയ്യാത്ത തെറ്റിന് അല്ലെങ്കിൽ കോടതി ശിക്ഷിക്കാത്ത ഒരാളെ പിടിച്ച് അകത്തിട്ടപ്പോൾ അയാളെ പുറത്താക്കി എന്ന് പറയാൻ നാണമില്ലേ എന്നൊക്കെ ആ ചർച്ചയിൽ ഞാൻ തുടരെ ചോദിച്ചു. സജി ഒന്ന് ചുളിഞ്ഞുപോയി എന്ന് പറയാം. കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അതാ വരുന്നു സജി നന്ദിയാട്ട്. ദിലീപിനെ മനഃപൂർവ്വം കുറ്റവാളിയാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞാണ് സജിയുടെ വരവ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സജിയെങ്കിലും തെറ്റ് തിരുത്തുന്നല്ലോ. പക്ഷേ ആദ്യ ചർച്ചയിൽ ഇയാളെ പിടിച്ച് അകത്തിട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സംഘടന പുറത്താക്കിയില്ലേ എന്നൊക്കെ അഭിമാനത്തോടെ ചോദിച്ച ആളാണ്. അതിനിപ്പോൾ ഇല്ല എന്ന് സജി പറഞ്ഞാലും ഉണ്ട്, അങ്ങനെ പറഞ്ഞു. എനിക്കതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വരവ് സന്തോഷം നൽകി. അതിശയവും തോന്നി. ഇതെങ്ങനെ സജിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു മനംമാറ്റം വന്നു. പിന്നെ സജി നദിയാട്ട് ചർച്ചകളുടെ സ്ഥിരം മുഖമായി മാറി. ദിലീപിന് വേണ്ടി ശക്തമായി വാദിച്ചു. ഇങ്ങനെ ദിവസങ്ങൾ പോകുമ്പോൾ ഒരു നാൾ എനിക്കൊരു ഫോൺ. ഞാൻ എടുക്കുമ്പോൾ മറുതലക്കിൽ നിന്ന് ഹലോ ദിനേശ് ജി അല്ലേ എന്ന് ചോദിച്ചു. ഈ അണ്ടർലൈൻ കേൾക്കണേ ദിനേശ് ജി എന്നാണ് എന്നെ വിളിച്ചിരുന്നത്, ഈ RSSകാർ വിളിക്കും പോലെ. അതെ, നമ്മൾ തമ്മിൽ ഒരു 10-25 വർഷം മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പേര് ബാലചന്ദ്രകുമാർ. ബാലേന്ദ്രകുമാറാ, എനിക്ക് നിങ്ങളെ ഓർമ്മയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബാലേന്ദ്രകുമാർ ഞെട്ടിയിരിക്കും. 25 വർഷം മുമ്പ് പരിചയപ്പെട്ട ആളിനെ എനിക്കിപ്പോഴും നിങ്ങളെ ഓർമ്മയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ മീശ വയ്ക്കാത്ത ആളാണോ എന്ന് ഞാൻ ചോദിച്ചു. അവിടെ ബാലചന്ദ്രകുമാർ വീണു എന്ന് പറയാം. എന്നെ മറന്നില്ലേ ഇതുവരെ എന്ന് ചോദിച്ചു. ഇല്ല, നിങ്ങളുടെ പേര് ബാലചന്ദ്രകുമാർ. ബാലചന്ദ്രനുണ്ട്, ബാലനുണ്ട്, ബാലകൃഷ്ണനുണ്ട്. പക്ഷെ ബാലചന്ദ്രകുമാർ എന്നുള്ള റെയർ പേരാണ്, അധികം പേർക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർത്ത് വച്ചത് എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ഈ മീശയില്ലാത്ത മുഖവും
ഞാൻ സംവിധാനം ചെയ്യുന്ന ആദ്യ പരമ്പരയാണല്ലോ വലയം. വിഴിഞ്ഞത്ത് ബദനി ഹൗസ് എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു ഓടിട്ട വീട്, നല്ല മുറ്റത്തൊക്കെ നല്ല ചെടികളൊക്കെ വെച്ച, ഒരു ശല്യവും ഇല്ലാത്ത, ഷൂട്ടിങ്ങിന് മാത്രം ഉപയോഗിക്കുകയും സീസൺ സമയത്ത് മദാമ്മമാർ വരുമ്പോൾ, വിദേശീയർ വരുമ്പോൾ അവർക്ക് താമസിക്കാൻ കൊടുക്കുന്ന, സായിപ്പ് മദാമ്മയും വന്ന് പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന വീടാണ്. നല്ല രസമുള്ള വീടാണ്. അവിടെ വലയം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ധ്യയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ, ഈ നാടകങ്ങൾക്കൊക്കെ പോസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരു സോണ എന്നുള്ള ആളുണ്ടായിരുന്നു. സോണ എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ എന്തോ വീട്ടിലെന്തോ പ്രശ്നം കൊണ്ട് വരുന്ന ആൾ വീട്ടിലെ കിണറിൽ തൂങ്ങി മരിച്ചു. സോണ തൂങ്ങാനൊന്നുമില്ല, അത്രയും മെലിഞ്ഞ ആളാണ്. എന്തിന് ചെയ്തു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സോണയുടെ ശുപാർശയിൽ വന്നിരിക്കുകയാണ് എന്നെ കാണാൻ. ഒരു വെള്ള അംബാസഡർ കാർ, എവിടെ തൊട്ടാലും സെപ്റ്റിക്കാവുന്ന തുരുമ്പ് പിടിച്ച ഒരു വെള്ള അംബാസഡർ കാറുമായിട്ടാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. ഒരു ചടക്ക് കാർ എന്ന് പറയാം. വലയത്തിൻ്റെ സെറ്റിൽ ഈ കാറ് ഓടിക്കണം, ദിവസം വാടകയ്ക്ക്. ഈ പറഞ്ഞ ബാലചന്ദ്രകുമാറിൻ്റെ സ്വന്തം കാറാണ്, ഞാൻ തന്നെ ഡ്രൈവറായിട്ട് വന്നോളാം എന്ന് പറയാനാണ് വന്നത്. ഇതുപോലുള്ള തല്ലിപ്പൊളി കാറൊന്നും സീരിയൽ സെറ്റിൽ ഓടിക്കാൻ കഴിയില്ല. ഞാനത് പറയാതെ ബാലചന്ദ്രകുമാറിനോട് പറഞ്ഞു, ഞാൻ വിളിക്കാം, നമുക്ക് ഓടിക്കാം കേട്ടോ എന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് 25 വർഷം കഴിഞ്ഞിട്ടാണ്. ഈ ബാലചന്ദ്രകുമാർ വിളിച്ചപ്പോൾ, ദിനേശ് ജി, താങ്കൾ ദിലീപ് സാറിനായി. പിന്നെ അവസാനം എന്തൊക്കെ വിളിച്ചു എന്നറിയാം ദിലീപിനെ. ദിലീപ് സാറിനായി ചർച്ചകളിൽ പറയുന്നത് കേട്ടപ്പോൾ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചതാണ് ഞാൻ. സത്യമാണ് ദിനേശ് ജി പറയുന്നത്. ദിലീപ് സാറ് ഈ കേസ് അറിഞ്ഞതല്ല. 1% പങ്ക് അദ്ദേഹത്തിനില്ല ദിനേശ് ജി. ഞാൻ കുറച്ചു കാലമായി ദിലീപ് സാറിൻ്റെ ഒപ്പമാണ്. അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ അതിശയമായി. ദിലീപ് സാറിൻ്റെ ഒപ്പമോ? അതെങ്ങനെ? ഞാനും ഇതിനിടയ്ക്ക് ഒരു സംവിധായകനായി. ദിനേശ് ജി ഒന്നും അറിഞ്ഞിരിക്കില്ല. ഒരു ഓടാത്ത പടം ചെയ്തു ആസിഫ് അലി വെച്ച്, കൗബോയ് എന്നായിരുന്നു പേര്. അങ്ങനെ ഒരു പടം റിലീസ് ചെയ്യുന്ന പോലും സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. അത് ഓടിയില്ല കേട്ടോ. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ദിലീപ് സാർ നായകനാകുന്ന പിക് പോക്കറ്റാണ്. പിക് പോക്കറ്റ് നസീർ സാർ അഭിനയിച്ച ഒരു പഴയ പടത്തിൻ്റെ പേരാണ്. എനിക്ക് അതിശയമായി ഞാൻ കേട്ടു. കാരണം അപ്പോഴും ദിലീപിൻ്റെ പവൻ വിലയുള്ള എല്ലാ താരങ്ങൾക്കും മുകളിൽ നിൽക്കുകയല്ലേ ദിലീപ്. ശരിക്കും ഞാൻ ഞെട്ടി എന്ന് പറയാം. സൂപ്പർ താരമായി നിൽക്കുന്ന ദിലീപിൻ്റെ പവൻ വിലയുള്ള ഡേറ്റ് ഇവൻ എങ്ങനെ ഒപ്പിച്ചു എന്നായിരുന്നു അപ്പോൾ എൻ്റെ ചിന്ത. അങ്ങനെ ഇങ്ങനെ വലിയ വലിയ സംവിധായകർക്ക് പോലും കാണാൻ സമയം കിട്ടാത്ത അത്രയും തിരക്കിൽ നിൽക്കുന്ന ആളാണല്ലോ ദിലീപ്. ആ ദിലീപിനെ ഈ കാഞ്ഞിരംകുളത്ത് എങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നാണ് ഞാൻ ആലോചിച്ചത്. അവൻ ആരെയും ഒപ്പിക്കും, പ്രധാനമന്ത്രി ആണെങ്കിലും ഒപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അവസാനം. അവിടെ മുതൽ ബാലചന്ദ്രകുമാർ സ്ഥിരമായി എന്നെ വിളിക്കും. ഒരു 1-2 ദിവസമെങ്കിലും വിളിക്കും. ആവശ്യമില്ലാത്ത പലതും പറയും. അപ്പോൾ അയാൾ എറണാകുളത്തും തിരുവനന്തപുരത്തായിട്ട് വന്നും പോയി നിൽക്കുകയാണ്. എറണാകുളത്ത് ദിലീപിൻ്റെ പിക് പോക്കറ്റിൻ്റെ തിരക്കഥ എഴുത്തുമൊക്കെയായി ബന്ധപ്പെട്ട് അതിനു വേണ്ടി ദിലീപ് എടുത്തിട്ടിരിക്കുന്ന ഒരു വീടുണ്ട്. അതിൻ്റെ 2ാമത്തെ നിലയിൽ ഒരു മുറി അങ്ങ് സ്ഥിരമായി ഉപയോഗിക്കുകയാണ് ബാലേന്ദ്രകുമാർ. പടവും സീരിയലും ഒന്നുമില്ലാത്ത എനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ കടമായി ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിത്തരാം എന്ന് എന്നെ പ്രലോഭിപ്പിച്ച ആളാണല്ലോ ബാലേന്ദ്രകുമാർ.